സോമൻസ് ലിഷർ ടൂർസ് അവതരിപ്പിക്കുന്ന 6ാമത് സൗത്ത് അമേരിക്ക അന്റാർട്ടിക്ക യാത്രയുടെ ആഘോഷം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഉള്ളത് ഫോക്ലൻഡ് ഐലൻഡ്സിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ യാത്രയിൽ ഫോക്ലൻഡ് ഐലൻഡ്സിൽ കാലുകുത്താൻ പോവാണ്. ഫോക്ലൻഡ് ഐലൻഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അധികം ആരും പോകാത്തൊരു സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ അവിടെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴൊക്കെ നമുക്കറിയുന്ന പരിചിതമായ മലയാളികൾ ആരും അവിടെ പോയതായി കണ്ടില്ല. ഒരുപാട് നമുക്ക് ഈ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരൊന്നും ഈ ഫോക്ലൻഡ്സിൽ പോയി കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കിയപ്പോഴൊന്നും എവിടെയും കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ മലയാളി ഓഡിയൻസിൽ നിന്ന് ഉള്ള അനുഭവങ്ങളൊന്നും മനസ്സിലാക്കാനോ പഠിക്കാനോ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു യാത്രയായിട്ട് ഫീൽ ചെയ്തു. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയാണ്. ഒരു 7 മണി 8 മണി ആകുമ്പോഴാണ് നമ്മൾ ഫോക്ലൻഡ് ഐലൻഡ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്താൽ മതി. മീൻസ് നേരത്തെ വന്നു കഴിഞ്ഞാൽ ആരാണോ ആദ്യം വന്നത് അതിനനുസരിച്ച് ആൾക്കാരെ ഇറക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 6 മണിയായപ്പോൾ വെറുതെ താഴത്ത് വന്ന് നോക്കിയതാണ് കേട്ടോ. 6 മണിക്കുള്ള ക്യൂ ആണ്. ഇതൊക്കെ ക്യൂ ആണ്, ഇതൊക്കെ ലൈനാണ്. നീണ്ട ലൈൻ, നീണ്ട ലൈൻ. ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് പുസ്തകമൊക്കെ വായിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വന്നിരുന്ന് കിടന്നുറങ്ങി. 6 മണിയായിട്ടുള്ളൂ കേട്ടോ. 8 മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. എന്ന് വെച്ചാൽ അടുത്ത 2 മണിക്കൂറിൽ ഈ ലൈനിൻ്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിക്കാമല്ലോ. പക്ഷെ ഇതിൽ സംഭവമല്ല, കട്ട ഹീറോയിസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. രാവിലെ 3 മണിക്ക് വന്നിരുന്ന നമ്മുടെ സോമൻസിൻ്റെ താരം നിജോ 3ാമത്തെ ആളായിട്ട് വന്നിരിക്കുന്നുണ്ട്. സെറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഇറങ്ങും. എത്ര മണിക്കെത്തി? 3 മണി. അപ്പോൾ അതാ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഏതോ ഭാഷയിലെന്തോ എഴുതിയില്ല, എനിക്കൊന്ന് സ്പാനിഷാണ്. എന്തായാലും നമുക്ക് പേടിക്കാനില്ല. നമ്മുടെ നിജോ ഉണ്ടല്ലോ ഇവിടെ. അതാ ഞങ്ങൾ പോയി റെഡി ആയിട്ട് വരാം. അപ്പോൾ ഇനി നമ്മൾ ഫോക്ലാൻഡ്സിലേക്ക് പോകുന്നത് ഈ ഷിപ്പിൽ നിന്നും ചെറിയ ബോട്ടുകളിലാണ്. കാരണം ഷിപ്പ് ഫോക്ലാൻഡിൻ്റെ അടുത്ത് വരെ പോകില്ല, കുറച്ച് ദൂരെയാണ് നിർത്തുക. എന്നിട്ട് ചെറിയ ബോട്ടുകളിലാണ് പോവുക. ഈ ബോട്ട് കയറാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നേരത്തെ ക്യൂ നിന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ബോട്ടുകൾ ഇതിനകത്തുള്ളത് തന്നെയാണ്. ഈ ഷിപ്പിനകത്തു നിന്നുള്ള ബോട്ട് താഴത്തേക്ക് ഇറക്കി ആ ബോട്ടിൽ കയറിയിട്ടാണ് നമ്മൾ ആ ഒരു ലാൻഡിലേക്ക് എത്തുന്നത്. ഹലോ. ഇന്ന് ചേട്ടന് കയ്യിൽ ഗ്ലൗസ് ഉള്ള കാരണം ഞാനായിരിക്കും വ്ളോഗ് എടുക്കുന്നുണ്ടാവുക. ഞാൻ അത്ര എടുത്താ മതി, അതെന്നെ സൂപ്പറാ. അങ്ങനെ സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് തണുപ്പ് രാജ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തണുപ്പ് സ്ഥലമാണെങ്കിലും സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ബോട്ടിലിരുന്നിട്ടരുത്. റൂം നിർണം ലേറ്റായിട്ട് ഇങ്ങനെ ബോട്ടിൽ വന്നിരുന്നു. നമ്മുടെ നിജോ രാവിലെ 3 മണിക്ക് ലൈൻ നിന്നിട്ട് 7 മണിയാകുമ്പോൾ നമ്മുടെ സോമൻസിൽ എല്ലാവരും എത്തിയിട്ടില്ല. അവസാനം അബീനെ ഫുൾ ടിക്കറ്റ് ഏൽപ്പിച്ചിട്ട് അവിടെ പോയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ഇനി 2-3 ക്രൂസുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാർ ഷോർ എക്സ്കർഷൻസിന്റെ ടിക്കറ്റ് എടുത്ത് തീരും എന്ന് പറഞ്ഞിട്ട് പുള്ളി ആദ്യം തുടക്കി. നല്ല കോമഡി ഉണ്ട്. അത് കുഴപ്പമില്ല, അത് അവർക്ക് മനസ്സിലാവും. നല്ല റീച്ചാവുന്നു പോടോ. നമ്മളെ അങ്ങനെയല്ലേ അപ്പൊ ഷോർ എക്സ്കർഷന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഷോർ എക്സ്കർഷൻസിന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിജോ ഓൾറെഡി അവിടെ പോയി അവിടെ ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണോ ആദ്യം അവിടെ എത്തുന്നത് അവർക്ക് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഒരു ക്യൂവിൽ നിന്നിരുന്നത്. നമ്മളവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഇറങ്ങിയ ആ സമയത്ത് തന്നെ അവിടെ കുറേ ടൂർ എക്സ്കേർഷൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്ലാൻഡ്സിൽ തന്നെ പല പല പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് സിറ്റി ടൂർ എടുക്കാം, കുറേ ദൂരെ പോയി പെൻഗ്വിൻസിനെ കാണാം, വേറെ പല സ്വഭാവങ്ങളുള്ള
പെൻഗ്വിൻസിനെ കാണാം. അങ്ങനെ പല സ്വഭാവത്തിലുള്ള ടൂർ എക്സ്കർഷൻസ് അവിടെ ഉണ്ട്. ഓരോ ആൾക്കാരും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. നമുക്ക് അവരുടെ അടുത്ത് പോയി സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്തിട്ട് അകത്തോട്ട് പോവാം. ഞങ്ങൾ പോയ സ്ഥലത്ത് ഞങ്ങൾക്ക് ഏകദേശം ഒരു 4 to 5 hours ഒരു പോയി വരാനെടുക്കുന്ന സമയം അത്രയാണ് വരിക. നമ്മളിൽ നിന്ന് അവർ ചാർജ് ചെയ്തത് ഓൾമോസ്റ്റ് ഒരാൾക്ക് $150 ആണ്. അപ്പോൾ 2 പേർക്ക് കൂടി നമുക്ക് ഏകദേശം ഒരു 25,000 rupees അടുത്ത് വരും. ഇത് ഷെയർഡ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ 2 ആൾക്കാരുണ്ടായിരുന്നു. അവർ ഹോങ്കോങ്ങിൽ നിന്നുള്ള ആൾക്കാരാണ്, ഹു ആർ സെറ്റിൽഡ് ഇൻ ലോസ് ഏഞ്ചൽസ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്ര പോയി വരുമ്പോൾ ഓൾമോസ്റ്റ് 50,000 ഒരു പരിപാടിയാണ് ഒരു 3 hours അവർ ചാർജ് ചെയ്യുന്നത്. നമ്മൾ സമ്മറിലാണ് ഫോക്ലാൻഡ്സിൽ എത്തുന്നത്. പക്ഷെ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ സമ്മറാണെന്നൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. കൊടും തണുപ്പും വിറയലും വായന്ന് പുക പോലും ഒക്കെ കൂടി. അതിന് പുറമെ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് അയാളുടെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്ത് ഈ എമൗണ്ടിലൊക്കെ കയറി അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വസ്തു കാണുന്നില്ല. പുറത്തേക്ക് നോക്കുമ്പോൾ മൊത്തം പുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി ഇതാണോ 4 മണിക്കൂർ ഈ പറയുന്ന പുക കണ്ടിട്ടാണോ തിരിച്ചു വരേണ്ടത് എന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ക്ലിയർ ആവാൻ തുടങ്ങി. Oh, this is your summer. This is our summer. Like this foggy and all. This is what you call summer. ഞങ്ങളെ ഈ ടൂറിന് കൊണ്ടുപോകുന്ന ഗൈഡിൻ്റെ പേര് ഫ്രാങ്ക് എന്നാണ്. അവിടെ ഫോക്ലാൻഡിൽ തന്നെ ഇതൊരു ഗവൺമെൻറ് സർവീസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം ലീവ് എടുത്ത് നമ്മളെ കൊണ്ടുപോകാൻ വന്നിരിക്കുക. കാരണം ഇന്ന് ഷിപ്പുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിയാം ആളുകളെ ടൂറിന് കൊണ്ടുപോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ ലീവ് എടുത്തിട്ട് ഇത് ചെയ്യുന്നതാണ്. പക്ഷേ അദ്ദേഹം ഈ ഫ്രാങ്ക് ടൂർസ് എന്നൊക്കെ പേരിട്ടുള്ളൊരു സംഭവമാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്, ഇവിടെ വന്ന സമയത്ത് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് പണ്ട് അർജൻറ്റീന ഈ നാടിനെ അറ്റാക്ക് ചെയ്തിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ഇവിടെ കുറേ മൈൻസ് കുഴിച്ചിട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ സ്റ്റെപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാലെടുത്ത് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ലോക്കാവുന്ന ഒരു സാധനം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹം വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ മൈൻസ് കണ്ടുപിടിച്ചത് നിർവീര്യമാക്കുക എന്നുള്ളൊരു ജോലിയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മൈൻസ് നിർവീര്യമാക്കുന്ന ഒരു മനുഷ്യനൊക്കെ നേരിട്ട് കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെടുന്നതൊക്കെ വളരെ അപൂർവമായിട്ടാണല്ലോ. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ ജോലി. So we came on the demining project. The demining is a process of taking the mines out of the ground. Oh, okay. So when I came, we were doing that. Demining. Oh. 9 years back. I worked for 1 year doing that. അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം അവിടെ ടൂർസും പരിപാടികളുമായിട്ട്, മീൻസ് ഗവൺമെൻറ് സ്റ്റാഫാണ്. പക്ഷേ ഇതുപോലെ വിശ്രമവേളകൾ ആനന്ദകരമാക്കുക, അല്ലെങ്കിൽ അവരുടെ മെയിൻ ഇൻകം ഇതാന്ന് തോന്നുന്നു. കാരണം അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഓൾമോസ്റ്റ് 15,000 rupees 4 മണിക്കൂർ ഉണ്ടാക്കി. അയാൾ രണ്ട് ടൂറെങ്കിലും ഒരു ദിവസം ചെയ്യും. അപ്പോൾ 1 lakh rupees അടുത്ത് ഒരു ദിവസം ഈ സ്ഥലം കാണിച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കുന്നു. അതാണ് അവരുടെ വരുമാന മാർഗം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും 6 മാസത്തോളം അവർക്ക് അത് ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അടുത്ത 6 മാസം എന്ന് പറയുന്നത് വിൻ്ററാണ്. അപ്പോൾ അവർക്ക് ഒന്നും നടക്കില്ല. ഇവിടെ ആൾക്കാർ വരില്ല, ഒരു പരിപാടി നടക്കില്ല. ഈ നാട്ടിൽ വെറും 3000-3500 ആൾക്കാരെ ഈ നാട്ടിലാകെ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ ദിവസം ഞങ്ങൾ ചെന്നിറങ്ങിയ ദിവസം 2 വലിയ ക്രൂസ് ഷിപ്പുകൾ വന്ന് ഇറങ്ങുന്നുണ്ട്. ഒരു ക്രൂസ് ഷിപ്പിൽ തന്നെ, ഞങ്ങളുടെ ക്രൂസ് ഷിപ്പിൽ തന്നെ ഏകദേശം 2000 ആൾക്കാരുണ്ടായിരുന്നു. അതല്ലാതെ 2-3 ക്രൂസ് ഷിപ്പ് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം അവിടെ ഒരു 10,000 ആൾക്കാർ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ നാട്ടിലെ പോപ്പുലേഷനേക്കാൾ കൂടുതലുള്ള ആൾക്കാരാണ് അന്ന് അവിടെ ടൂറിസ്റ്റ് ആയിട്ട് വന്ന് ഇറങ്ങിയത്. പോകുന്ന സ്ഥലത്ത് വഴിയിൽ അദ്ദേഹം ഒന്ന് സ്ലോ ഡൗൺ ചെയ്തപ്പോൾ ഒരു സ്ഥലത്ത് കുറേ ഷൂസുകൾ ഉള്ളൊരു ഹിൽ, എന്താണ് ബൂട്ട് ഹിൽ പോലെ എന്തൊരു സ്ഥലം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു ഷൂസേ ഉള്ളൂ, എല്ലാ പേരിൻ്റെ ഒരു ഷൂസ് ഉള്ള ഒരു സ്ഥലം. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നവരൊക്കെ അവരുടെ ഒരു ഷൂസ് അവിടെ ലീവ് ചെയ്യും. ഇത്ര ഞങ്ങൾ ഇനിയും തിരിച്ചു വരും എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഒരു ഷൂസ് അവിടെ ഇട്ടിട്ട് തിരിച്ചു പോകുന്ന ഒരു ഭാഗം, അങ്ങനെ ഒരു ചടങ്ങ് അവിടെ ഉണ്ടെന്ന്. ഞങ്ങൾ ഷൂസൊന്നും അവിടെ ഇടാൻ നിന്നില്ല. കാരണം ഓൾറെഡി ഞങ്ങളുടെ ഈ 1 മാസ യാത്രയിൽ നമുക്ക് ബ്രസീലും പോകണം, അർജൻറ്റീനയും പോകണം, അന്റാർട്ടിക്കയും പോകണം. അപ്പോൾ തണുപ്പുണ്ട് ചൂടും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് പാക്ക് ചെയ്തതെന്ന് അറിയുള്ളൂ. ഇനി ആ ഷൂസും കൂടെ അവിടെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്ത അബദ്ധമായി പോകും. അതുകൊണ്ട് ആ പരിപാടി ചെയ്തില്ല. പക്ഷേ ഇനിയും ഈ ഒരു സ്ഥലത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. വേറൊരു രസകരമായിട്ടുള്ള കാര്യം, നമുക്ക് ഒരുപാട് സ്ട്രെയിറ്റ് റോഡ്സ് ഇങ്ങനെ കാണാം. പൊതുവേ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ നിന്നൊക്കെ വണ്ടികൾ വരുന്ന അപൂർവം അത്ര. കാരണം ഈ 10,000 ആൾക്കാരല്ലേ ഉള്ളൂ. അവരിപ്പോൾ ഇത്രയും സിറ്റി വിട്ട് അങ്ങനെ യാത്ര ചെയ്യുന്നതൊക്കെ വളരെ അപൂർവമാണ്. ഈ ടൂറിസ്റ്റ് വരുമ്പോൾ മാത്രമാണ് ഈ റോഡുകൾ അവർ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പണ്ട് വീഡിയോ ഗെയിമൊക്കെ കളിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ റോഡ്സ് ഉണ്ട്, കാർ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ ഇതേപോലത്തെ റോഡ്സ് കാണാറുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊന്നും ഒന്നുമില്ല, കുറേ പാടങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പണ്ട് ഓസ്ട്രേലിയ പോയപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയ പോയപ്പോൾ കണ്ട പോലത്തെ റോഡ്സ് അല്ല ഇത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല റോഡ് ക്വാളിറ്റിയാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ 10,000 പേര് മാത്രമുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന റോഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല, കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പോകുമ്പോൾ തന്നെ ചില ഭാഗങ്ങളിൽ ഈ പറയുന്ന പോലെ വെള്ളം ഇതായിട്ടും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ഇഷ്യൂ വന്നപ്പോൾ അവിടെ അപ്പം തന്നെ സർവീസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രാങ്കിനോട് ചോദിച്ചപ്പോഴും അതാ പറഞ്ഞത്, കൃത്യമായിട്ടുള്ള സർവീസുകൾ അവർ അപ്പം ചെയ്ത് പോകും എന്ന് പറഞ്ഞു. യാത്രയ്ക്കിടയിൽ ഫ്രാങ്ക് നമുക്ക് പല കാര്യങ്ങളും കാണിച്ചു തരും. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ റിവർ എന്ന് പറഞ്ഞിട്ട്. അത് റിവറാണോ തോടാണോ ഒന്നും മനസ്സിലായില്ല. ഒരു ചെറിയൊരു വാട്ടർ ബോഡി കണ്ടോ കണ്ടില്ല എന്നുള്ള രീതിയിൽ പോകും എന്ന് പറഞ്ഞു പോയി. ഇനിയും കാണുമെന്ന് വിചാരിക്കാം. എനിക്ക് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് ഷീപ്പുകൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഫ്രാങ്ക് പറഞ്ഞ വേറൊരു കാര്യം, ഇവിടുത്തെ വേറൊരു വരുമാനമാണ് അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഷീപ്പ് വൂള് പൊതുവേ പ്രൈസ് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫോക്ലൻഡ് വൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര ബ്രാൻഡ് അത്ര വലിയ വലിയ ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും അടിയിൽ ഡെൻസിറ്റിയിൽ ഇവർക്ക് തിക്കായിട്ടത് ഇവിടുത്തെ ഷീപ്പുകളിൽ നിന്ന് ആ വൂൾ എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ എന്തോ ആണ് അദ്ദേഹം പറഞ്ഞത്. Just that. ശബ്ദം ഉണ്ടാക്കണോ? അതെന്ത് ശബ്ദം? അവര് ശബ്ദം ഉണ്ടാക്കിയില്ലേ? കുഴപ്പമില്ല. പൊതുവെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ മനുഷ്യവാസം കുറവായതുകൊണ്ടും പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കൃത്യമായിട്ടുള്ള സാനിറ്റൈസിങ് പരിപാടികൾ അവർ ചെയ്യും. അപ്പോൾ ഷൂസിൻ്റെ അടിയൊക്കെ എസ്പെഷ്യലി നമ്മൾ ഇനി പോകുന്നത് പെൻഗ്വിൻസ് ഉള്ള ഒരു ബീച്ചിലാണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഷൂസിൻ്റെ അടിയൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ടേ അവർ മുന്നോട്ട് പോകാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ അവിടെയുള്ള നിലങ്ങളിൽ ചവിട്ടുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വന്ന ആൾക്കാർ ആദ്യം ഷൂസ് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് പിന്നെ അവിടുത്തെ സ്ഥലങ്ങളിൽ ചവിട്ടി നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനൊരു സ്റ്റെറിലൈസിങ് പോയിന്റ് ആദ്യം തന്നെ നമുക്കുണ്ടായി. ആ ഒരു പോയിന്റ് മാത്രമല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ബീച്ചിൽ എത്തിക്കഴിഞ്ഞിട്ടും ഇതേ പ്രോസസ്സ് ഞങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ 2 തവണ കാലൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പറയുന്ന ബീച്ചിലേക്ക് ഇറങ്ങുന്നത്. നമ്മുടെ കൂടെ വന്ന ഡോക്ടർ അഭിജിത്തൊക്കെ അഭി ചൂസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡിങ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഭയങ്കരമായ കുലുക്കും പരിപാടികളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അത്ര. കടലല്ലേ? ഇപ്പോൾ ഈ ഓഫ് റോഡിങ് ഉള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോയിട്ട് ഒരു ഫാമിൽ, ഒരു പ്രൈവറ്റ് സ്പേസിൽ കുറേ കിങ് പെൻഗ്വിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. അവരെ വളർത്തുന്നുണ്ട്. അപ്പോൾ അവരെ നേരിട്ട് കാണാം എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ അബി ചൂസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടുന്ന് 2 റൂട്ടിലേക്ക് പോയി. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു സാമഗ്രികളൊക്കെ അബിഡയിൽ കൊടുത്തു. സോ ദാറ്റ് നമുക്ക് 2 വിഷ്വൽ കിട്ടുമല്ലോ, 2 സ്പേസിലേക്ക്. ഒരു ദിവസമാണ് നമ്മൾ ഫോക്ലൻഡിലുള്ളത്. അപ്പോൾ 2 പേർക്കും 2 എക്സ്പീരിയൻസ് നേടാം, 2 പേർക്ക് അത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അബിഡയിൽ ക്യാമറ കൊടുത്തുവിട്ടുണ്ടായിരുന്നു. അത് അബി എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ അതും ഞാൻ കുറച്ച് കാണിച്ചു തരാം. You have road there. Why you are not going that? It only goes there. Oh, Get off the end of it. They've got wow. a machine. Nice. അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മൾ കൊതിച്ച പെൻഗ്വിൻസിനെ കാണാൻ കൊതിച്ച ആ മനോഹരമായ ബീച്ചിലേക്ക് അങ്ങ് എത്തി. എഗെയിൻ
ഇത്തരം എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുമ്പോൾ, വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങളവിടെ കണ്ട കാഴ്ചകൾ പൂർണ്ണമായി നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. കാരണം അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. ആ ഒരു ബീച്ചിൻ്റെ ഭംഗിയാണെങ്കിലും പെൻഗ്വിൻസിനെ എല്ലാവരും കൂടെ ഒരുമിച്ച്, അത് ഒന്നൊന്നല്ല, എല്ലാ പെൻഗ്വിൻസും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാൻ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക അനുഭവം. ഞങ്ങൾ വന്ന സമയത്താണെങ്കിൽ ബീച്ച് വളരെ വിജനമായിരുന്നു. അതുകൊണ്ട് തന്നെ പെൻഗ്വിൻസും ഞങ്ങളും മാത്രമുള്ളൊരു അവസ്ഥയിലേക്കാണ് ഞങ്ങൾ കയറിയത്. വളരെ കുറച്ച് ടൂറിസ്റ്റേ അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മുടെ നീജോ ക്യൂ ഒക്കെ നിന്നിട്ട് ഞങ്ങൾക്ക് ആദ്യം തന്നെ ഈ ടിക്കറ്റ് എടുത്തെന്നല്ലോ. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം അതാട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വരുമ്പോൾ ആൾക്കാർക്ക് ക്രൗഡ് ഉണ്ടാവില്ല, അതുണ്ടാവില്ല. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് ഇതൊക്കെ കാണാൻ പറ്റുക. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ എത്തി 4 മണി വരെയാണ് നമുക്കിവിടെ സമയം. പക്ഷേ നമ്മളിവിടെ എത്തി ഓൾറെഡി സംഭവങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഷോർ ബുക്കിങ്ങിൽ നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഞങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നത് ഈ ഒരു ബീച്ച് സംഭവമാണ്. ബേർത്ത് ബീച്ച് ആൻഡ് ജിപ്സി കവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബീച്ചുകളുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളാണ്. പെൻഗ്വിൻസിനെ ഇങ്ങനെ പെൻഗ്വിൻസിനെ കാണാനുള്ളൊരു സ്പേസിലേക്കാണ് വന്നത്. അപ്പോൾ ഈ ടൂർ എക്സ്കർഷനിൽ പലതരം ടൂറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഗോപിക്ക് പൊതുവേ ഈ ഒരു സീനിക് ബ്യൂട്ടി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രകൃതി തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചിൽ പെൻഗ്വിൻസിനെ കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഈ പെൻഗ്വിൻസിൻ്റെ നടത്തൊക്കെ ഭയങ്കര രസമാണ്. നമുക്ക് അനുകരിക്കാൻ തോന്നും. ഈ കൈയൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് വെച്ചിട്ടുള്ള ഒരു സംഭവം, ഒരു പ്രത്യേക നടത്തം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് വെള്ളത്തിലേക്ക് ചാടുന്ന രീതി, വേവ്സിലൊക്കെ അത് ഡൈവ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ താറാവിനെ പോലെ ഉണ്ട്. ഇതാണ് നമ്മൾ ആ ചിപ്പിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കണ്ടിരുന്നപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത മനസ്സിലാവില്ല. അതെ, കളിക്കുന്നില്ല അതിനകത്ത്. ഈ പെൻഗ്വിനുകൾക്ക് ഓൾമോസ്റ്റ് 600 ഫീറ്റോളം താഴത്തേക്ക് പോയിട്ട് അതിൻ്റെ പ്രേ പിടിക്കാൻ പറ്റും അത്ര. അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമായി തോന്നി. കാരണം നമുക്ക് ഇതിനെ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നില്ലല്ലോ ഇത് ഇത്രയും താഴത്തേക്ക് പോകുന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള രീതികൾ. പുറത്ത് അബി കണ്ട പെൻഗ്വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നല്ല വലുപ്പമുള്ള കഴുത്തിലൊരു യെല്ലോ കളറൊക്കെ ഉള്ള വേറൊരു ടൈപ്പ് ഓഫ് പെൻഗ്വിൻസ് ആണ്. അത് 1-2 എന്നല്ല, അതിങ്ങനെ ഈ വളർത്തുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കൂട്ടം, മറ്റേ നമ്മൾ കോഴി ഫാമിലൊക്കെ പോയാൽ കാണുന്ന പോലത്തെ ഉള്ള ഒരു ഭീകര കൂട്ടമാണ് അബി കണ്ടത്. നമ്മൾ ഈ ട്രിപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് ഈ പെൻഗ്വിനെ കാണണമെന്ന് ആഗ്രഹിച്ചാണ് നടന്നത്. അപ്പോൾ 1-2 റൗണ്ടൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകുമായിരുന്നു. ഇപ്പോൾ ഫോക്ലൻഡ് ഐലൻഡിൽ വോളണ്ടിയർ പോയിന്റിൽ എത്രയാണ് എണ്ണാൻ പറ്റില്ല, ഈ കാണുന്ന മുഴുവൻ പെൻഗ്വിൻസാണ്. അച്ഛൻ കാണാൻ പോലും പറ്റാത്ത പോലെ ഫുൾ പെൻഗ്വിൻസാണ്. നമ്മുടെ തൊട്ടടുത്തൊക്കെ കുറച്ച് പെൻഗ്വിൻസ് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ചുറ്റും പുറകിൽ കാണാം. ഇങ്ങനെ നിങ്ങൾ കേൾക്കുന്ന മുഴുവൻ ഈ പെൻഗ്വിൻസിൻ്റെ അവരുടെ എനിക്ക് തോന്നുന്നത് അവർ ഗ്രൂപ്പായിട്ട് വിളിക്കുന്ന ഞങ്ങളുടെ ഉണ്ടെന്ന് പറയുന്ന സംതിങ്ങായിരിക്കും. 1000കണക്കിന് പെൻഗ്വിൻസാണ് ഒരുമിച്ചുള്ളത്. അവിടെയും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 സ്ഥലത്തും ഞങ്ങൾക്ക് ഈ തണുപ്പ്, ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കാറ്റ് അത്രയും തണുപ്പാണ്. ഇറങ്ങി നടക്കുമ്പോൾ അത്ര പ്രശ്നമില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ കാറ്റ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭീകര പ്രശ്നമാണ്. അത് അബിക്കും കുറച്ച് കഴിഞ്ഞാൽ അബിക്ക് അതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. കാരണം ഭയങ്കര കാറ്റായിരുന്നു. അതുകൊണ്ട് തണുത്ത് വിറച്ച് ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ടും ഒരു ഗുണം ഉണ്ടായില്ല. അത്രയും തണുപ്പായിരുന്നു അവിടെ എന്ന് പറഞ്ഞു. അപ്പൊ ഫോക്ലൻഡ് ഐലൻഡിൽ എവിടെയാ നമ്മളുള്ളത്? ഇപ്പൊ വോളണ്ടിയർ പോയിന്റിൽ ഇവിടെ ഒരു തരത്തിലുള്ള ഭക്ഷണമോ വെള്ളമോ ഒന്നും കുടിക്കാനില്ല. അപ്പോഴാണ് നമ്മുടെ മീനാക്ഷി അമ്മ നമുക്ക് ചായ റെഡിയാക്കി തന്നത്. ചായ എങ്ങനെയുണ്ട്? അടിപൊളി. വേണോ? ഞങ്ങളിവിടെ വേണ്ട, നമുക്ക് അപ്പുറത്ത് പോയിട്ട് കുടിക്കാം. അവിടെ ചെന്നിട്ട് അവിടെ ഇനി ഒരു പാക്കറ്റേ ഉള്ളൂ. എനിക്കറിയാമോ നിങ്ങൾക്ക് വേണമെന്ന്. ഒരു ജിഞ്ചർ ടീ ആണ് ഇനിയുള്ളത്. യോഗ ബാർ വേണോ? യോഗ ബാർ എൻ്റെ കയ്യിലുണ്ട്. വേണോ? കണ്ടോ, എന്തെങ്കിലും കഴിച്ചോ? സഞ്ചരിക്കുന്ന റെസ്റ്റോറന്റ് ആണ് ഞങ്ങൾ. അമ്മയുടെ കരുതൽ മീനാക്ഷി അമ്മയിൽ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് എന്നാ പ്രായമുണ്ട്? എനിക്ക് എത്ര പ്രായമുണ്ട്? 28.
ഇല്ല കഴിച്ചോ സോറി നോ പ്രോബ്ലം. വേണോ ഞാൻ ഈ വേസ്റ്റ് ഒക്കെ ഇതിൽ കഴിഞ്ഞ എൻഡ് ഓഫ് ദ വേൾഡ് ടൂറിൽ നമ്മൾ ലോകത്തിൻ്റെ ഭൂമിയുടെ ഏറ്റവും അറ്റത്തുള്ള പോസ്റ്റ് ഓഫീസിലൊക്കെ പോയിരുന്നല്ലോ. അപ്പോൾ പറയാതിരുന്നൊരു കാര്യമുണ്ട്. ഭൂമിയുടെ സദേൺ മോസ്റ്റ് ടിപ്പായിട്ടുള്ള ഉഷുവായ ഏറ്റവും അറ്റത്തുള്ള സിറ്റി, ലോകത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള സിറ്റിയിൽ നിന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏതൊരു സൊവനിയർ ഷോപ്പിൽ നിന്നും നമുക്ക് സ്റ്റാമ്പുകൾ കിട്ടും. ഏതൊരു സൊവനിയർ ഷോപ്പിലും ഇതുപോലൊരു ബോക്സ് ഉണ്ടാവും. ഇതിൽ പോസ്റ്റ് ചെയ്താൽ മതി. 20 ദിവസം കൊണ്ട് എത്തും എന്നാണ് അവർ പറയുന്നത്. എനിവെയർ ഇൻ ദ വേൾഡ് നിങ്ങൾക്കിത് പോസ്റ്റ് ചെയ്യാം. സ്റ്റാമ്പിന് ഏകദേശം അർജന്റീനിയൻ കറൻസി 7,000 ആണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം 700 രൂപയുടെ അടുത്ത് നമ്മുടെ. പിന്നെ വേൾഡ് വൈഡ് എല്ലായിടത്തേക്കും ഒറ്റ സ്റ്റാമ്പാണ്. 20 ദിവസം കൊണ്ട് എത്തും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എത്തോ എത്തില്ല എന്നുള്ളത് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇത് എത്തോന്ന് കണ്ടിട്ട് അറിയണം കേട്ടോ. അല്ല അകത്ത സമ്മതിച്ചോളാം. അവൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ പറയാനുള്ള വേറെ കാര്യം എന്താ വെച്ചാൽ ഈ കാർഡുകളൊക്കെ നമ്മൾ ഇന്നലെ പോയി ഷോപ്പ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള കുറേ കാർഡുകളാണ്. നമ്മളിനി അന്റാർട്ടിക്കയൊക്കെ പോകുന്നുള്ളതുകൊണ്ട് അതെല്ലാ കാർഡുകളും നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബീഗിൾ ചാനലിൽ നമ്മൾ മറ്റേ എൻഡ് ഓഫ് ദ വേൾഡിലെ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഇത് മുഴുവൻ എഴുതി ഉണ്ടാക്കിയത്. ലാസ്റ്റ് ലവ് ലെറ്റർ എഴുതിയേ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇത് ഞാനിടാം. അത് വലുത്, അത് താനിട്ട് എത്തുമ്പോഴേക്കും നാളെയോ. ഓക്കെ, അങ്ങനെ ഒരുപാട് കത്തുകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും രസം എന്താ വെച്ചാൽ നമ്മൾ ഗോപുരയിലേക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉഷുവായ ഞങ്ങൾക്ക് എഴുതുന്നൊരു കത്ത് പോലെ വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ഉഷുവായ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിയർ GNG എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതാക്കിയിട്ടുണ്ട്. അത് വരികയാണെങ്കിൽ ആ വീഡിയോ നമ്മൾ ഈ വീഡിയോ എന്തായാലും സസ്പെൻസ് ആയതുകൊണ്ട് ഈ വീഡിയോ ഇത് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞിട്ട് അയക്കുള്ളൂ. ഇനി എന്തെങ്കിലും കാരണവശാൽ കിട്ടിയില്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് ഞങ്ങളിത് ചുമ്മാ ഇടും. കിട്ടും. അപ്പോൾ അത് ഒരു പകുതി വിജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പട്ടാമ്പി വീട്ടിലേക്ക് കത്തയച്ചു, കോഴിക്കോട് വീട്ടിലേക്ക് കത്തയച്ചു, നമ്മൾ ഗോപുരയിലേക്ക് ഞങ്ങൾക്ക് തന്നെ ഒരു കത്തയച്ചു, അബി അതുപോലെ അബിയുടെ വീട്ടിലേക്ക് കത്തയച്ചു, പിന്നെ അബിക്ക് വേണ്ടപ്പെട്ട 1-2 സുഹൃത്തുക്കൾക്ക് കത്തയച്ചു, മിട്ടൂന് അമേരിക്കയിലേക്ക് ഞങ്ങൾ കത്തയച്ചു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അതിൽ പട്ടാമ്പി വീട്ടിൽ കിട്ടിയിട്ടില്ല, കോഴിക്കോട് വീട്ടിൽ കിട്ടിയിട്ടില്ല. അബി കോട്ടയത്ത് അമ്മയ്ക്കും അതുപോലെ തന്നെ അനിയനോ അങ്ങനെ എന്തോ അയച്ചു കൊണ്ടോ. അതിൽ അമ്മയ്ക്ക് അയച്ച് കിട്ടി, അനിയന് ഒരേ വീട്ടിലേക്ക് അയച്ചതിൽ 2 കത്തിൽ 1 കത്ത് കിട്ടി. പിന്നെ മിട്ടൂന് അമേരിക്കയിലേക്ക് സംഭവം കിട്ടി. ഞങ്ങൾക്ക് ഗോപുരയിലേക്ക് അയച്ച സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡിയർ GNG എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ ഞങ്ങൾക്ക് തന്നെ അയച്ച കത്ത് കിട്ടിയിട്ടുണ്ട്. ആകളെന്ന് വെച്ചാൽ അവർ കുറേ മറ്റേ സ്റ്റാമ്പൊക്കെ ചെയ്ത് വൃത്തിയിടാക്കിയിട്ടുണ്ട്. ബട്ട് അതർവൈസ് വീട്ടിലേക്ക് ലോകത്തിൻ്റെ ഏറ്റവും അറ്റത്ത് വി ആർ റൈറ്റിംഗ് ദിസ് ലെറ്റർ ഫ്രം ദ സദേൺ ടിപ്പ് ഓഫ് ദ വേൾഡ് ദ വെൻലി ഹുഷുവായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വന്നേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനോഹരമായി സ്ഥലങ്ങളെല്ലാം കണ്ട് തിരിച്ചെത്തി. ഇനി ഫ്രാങ്ക് അടുത്ത ആൾക്കാരെ വീണ്ടും എടുത്ത് ഇതുപോലെ അവർക്കിഷ്ടമുള്ള സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടി ഫ്രാങ്ക് ആ വഴിക്ക് പോയി. ഞങ്ങൾ ചെറുതായിട്ട് അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, ഒരു സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ഫോക്ലാൻഡിൻ്റെ പോലെ തന്നെ ഒരു കോഫി ഷോപ്പ്. അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. പ്രൈവറ്റ് 39 എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ വീടുകളാണ് ഫോക്ലാൻഡിൽ. നല്ല രസമുണ്ട്. അപ്പോൾ വളരെ ക്യൂട്ട് സ്വീറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്ഥലം, വളരെ അപൂർവമായിട്ട് ആളുകൾ വരുന്ന ഈ ഒരു സ്ഥലം ചെറുതായിട്ട് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത്, ചെറുതായിട്ടല്ല ഇവിടെ അത്രയൊക്കെ തന്നെ ഉള്ളു കാണാൻ. അതാണ് ആകെ ഒരു കുഞ്ഞ് സ്ഥലമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എവിടെ പോയാലും വളരെ ക്യൂട്ടായിട്ടുള്ള കുറേ രസകരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ച് വീണ്ടും നോർവീജിയൻ സ്റ്റാർ ക്രൂസിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് ലാറ്റിൻ അമേരിക്ക കറങ്ങാണ്ട്. അപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് വളരെ രസകരമായിട്ടുള്ള, നമുക്ക് ഈ ഡിസ്റ്റൻസ് നിന്ന് കാണുമ്പോഴാണല്ലോ ഇത് കുറച്ചുകൂടെ ഭംഗി.
നമ്മൾ ഈ കുട്ടിക്കാലത്ത് ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വെച്ച് കളിക്കില്ലേ, അതുപോലത്തെ വീടുകളാണ്. ആകെ 3000 പേരേ ഉള്ളൂ എങ്കിൽ എന്ത് രസമായിട്ട് ആ നാട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും കളർഫുള്ളായിട്ട്. ശരിക്കും എനിക്ക് ഈ കുട്ടിക്കാലത്ത് ബിൽഡിംഗ് ബ്ലോക്സുകളാണ് ഓർമ്മ വന്നത്. പച്ച മഞ്ഞ ചുവപ്പൊക്കെ ആയിട്ടുള്ള കുറേ വീടുകളും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. ഇവിടെ എയർപോർട്ടും ഉണ്ട്, അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. ചെറിയ അങ്കാരമൊന്നുമല്ല 3000 പേർക്ക് ഈ സ്ഥലത്ത്, പക്ഷേ വളരെ സ്വീറ്റ് ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഈ സ്ഥലത്ത് നിന്ന്. അപ്പോൾ നമ്മൾ തൽക്കാല യാത്ര പറഞ്ഞ് തിരിച്ച് നോർവീജിയൻ സ്റ്റാറിലേക്ക് കയറുകയാണ്. അബി അവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ക്രൂസിൽ കണ്ടില്ലേ കുറേ നിരന്ന് ഓറഞ്ച് കളറിൽ കാണുന്നത് ബോട്ടുകളാണ്. അതിൽ 2 സ്ഥലത്ത് എംപ്റ്റി ആയിട്ട് കാണാമല്ലേ, അതെന്താ വെച്ചാൽ ആ 2 ബോട്ടാണ് നിലത്ത്. നമ്മളിപ്പോൾ ഇന്ന് യാത്ര ചെയ്ത ബോട്ടും നമ്മുടെ ഷിപ്പിൽ നിന്ന് അതുപോലെ ഇറക്കിയതാണ്. അപ്പോൾ അതിങ്ങനെ ക്രെയിൻ വെച്ചിട്ട് അകത്തോട്ട് കയറ്റുകയും അതേപോലെ തന്നെ ക്രെയിൻ വെച്ച് താഴത്തേക്ക് ഇറക്കുകയും ഒക്കെ ചെയ്യും. വേറൊരു ക്രൂസ് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ആ ക്രൂസുള്ളതുകൊണ്ടൊരു കാര്യം വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. എങ്ങനെയാണ് ഈ ബോട്ടുകൾ ഇവർ ഇതിലേക്ക് തിരിച്ച് കയറ്റുന്നത്, ആ ഒരു ക്രെയിൻ സിസ്റ്റമൊക്കെ വെച്ചിട്ട് എന്നുള്ളത്. കാരണം ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ ബോട്ടിന് നമ്മുടെ ഷിപ്പിന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവരും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ലാറ്റിൻ അമേരിക്ക കറങ്ങാൻ പോവുകയാണ്. കുറേ സ്ഥലങ്ങൾ ഇനി വരുന്നുണ്ട്. അടുത്തതായിട്ട് ഇനി നമ്മൾ ഉറുഗ്വേയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുപോലത്തെ കുറേ എക്സ്പീരിയൻസുകൾ ഇനിയും ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു.